അവർ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്ത. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പേരിൽ ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തിയത് ഭരണഘടനാ വിരുദ്ധമെന്ന് LDF. രാജേഷ് വധക്കേസിൽ എല്ലാ പ്രതികളും പിടിയിൽ. കൊലയ്ക്ക് കാരണം രാഷ്ട്രീയ വിരോധമെന്ന് FIR. സമാധാനത്തിന് ആഹ്വാനം ചെയ്ത് CPIM. RSS യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരോട് ആക്രോശിച്ച് മുഖ്യമന്ത്രി. പാചകവാതക സബ്സിഡി നിർത്തലാക്കാൻ കേന്ദ്ര തീരുമാനം. അടുത്ത മാർച്ചോടെ പൂർണ്ണ വില നൽകണം. എല്ലാ മാസവും 4 രൂപ വീതം സിലിണ്ടറിന് കൂട്ടാൻ കേന്ദ്ര നിർദ്ദേശം. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സമയപരിധി ഓഗസ്റ്റ് 5 വരെ നീട്ടി. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ഹാജരായി. മറ്റന്നാൾ അപ്പുണ്ണി വീണ്ടും ഹാജരാകണം. സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ മൊഴി രേഖപ്പെടുത്തി. ദിലീപും കാവ്യയും അഭിനയിച്ച ഒട്ടേറെ സിനിമകളുടെ സെറ്റിൽ പൾസർ സുനി എത്തിയതിന് തെളിവ്. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം വീണ്ടും പ്രതിസന്ധിയിൽ. ഹൈക്കോടതിയുടെ അന്തിമ വിധി വരും വരെ അലോട്ട്മെന്റ് നിർത്താൻ സുപ്രീം കോടതി ഉത്തരവ്. ഓഗസ്റ്റ് 7 മുൻപ് അന്തിമ വിധി പുറപ്പെടുവിക്കണം. സ്വാശ്രയ കോളേജുകളിൽ സാമുദായിക കോട്ട നൽകാനുള്ള വിവാദ ഉത്തരവ് പിൻവലിച്ചു. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ വീണ്ടും നാടകീയ മാറ്റങ്ങൾ. സ്റ്റിപ്പിൾ ചേസ് താരം സുധാ സിംഗിനുള്ള അനുമതി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ തന്നെ പിൻവലിച്ചു. ടിയു ചിത്രയെ ഒഴിവാക്കിയതിൽ PT ഉഷയ്ക്കെതിരെ സ്പോർട്സ് കൗൺസിൽ. CPIM BJP നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ച ചിത്രീകരിക്കാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ ആക്രോശം. കടക്ക് പുറത്തെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ പുറത്താക്കിയത്. എന്നാൽ യോഗത്തിന് മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചിരുന്നില്ലെന്നും മുഖ്യമന്ത്രിയും മറ്റ് നേതാക്കളും എത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ യോഗം നടക്കുന്ന ഹാളിനകത്തായിരുന്നതിനാലാണ് പുറത്തുപോകാൻ പറഞ്ഞതെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിന് നൽകുന്ന വിശദീകരണം. CPM BJP നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയ്ക്ക് മുമ്പ് ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമപ്രവർത്തകരുടെ നേർക്കായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ പ്രകടനം. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ യോഗം നടന്ന വേദിയിലെ ഹോട്ടൽ ജീവനക്കാർക്കും കേട്ടു പിണറായിയുടെ ശകാരം. മാധ്യമപ്രവർത്തകരെ സ്വീകരിക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിച്ചാണ് മുഖ്യമന്ത്രി ഹോട്ടൽ ജീവനക്കാർക്കു നേരെ തട്ടിക്കയറിയത്. ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരെ കാണാനെത്തി. തങ്ങളോട് എന്തടിസ്ഥാനത്തിലാണ് കടക്ക് പുറത്ത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് അതിനും മറുപടിയില്ല. മുഖ്യമന്ത്രിയോടൊപ്പമുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാർ മാധ്യമപ്രവർത്തകരെ തള്ളി നീക്കി മുന്നോട്ടു പോയപ്പോൾ വീണ്ടും ചോദ്യം ആവർത്തിച്ച മാധ്യമപ്രവർത്തകരോട് മാറി നിൽക്കുക എന്ന മുഖ്യമന്ത്രിയുടെ ആക്രോശം വീണ്ടും. ഇതേപ്പറ്റി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനോട് ചോദിച്ചപ്പോൾ കോടിയേരിക്കും ഉത്തരം മുട്ടി. മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് മാത്രം നമ്മൾ കേൾക്കുക, നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയില്ല പലപ്പോഴും ഉള്ളത്. ഇപ്പൊ ഇറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് പറയാനുള്ള പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പിന്നെ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പോയത്. അങ്ങയുടെ സ്ഥാനത്തിലായിരുന്നു രാവിലെ ആ ശകാരം. ശരിയായ മുഖ്യമന്ത്രിക്ക് ചേർന്നൊരു നടപടിയാണോ? മാധ്യമപ്രവർത്തകരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിയും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും എത്തുമ്പോൾ മാധ്യമപ്രവർത്തകർ യോഗം നടക്കേണ്ട ഹാളിനകത്തായിരുന്നതിനാലാണ് പുറത്തുപോകാൻ പറഞ്ഞതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ PM മനോജ് ദേശാഭിമാനി, ശ്രീ JR പത്മകുമാർ BJP, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസ്, ശ്രീ CR നീലകണ്ഠൻ ആം ആദ്മി പാർട്ടി എന്നിവർ. ആദ്യം ശ്രീ PM മനോജ്, തലസ്ഥാനത്തെ ക്രമസമാധാന പ്രശ്നത്തിന് മാധ്യമപ്രവർത്തകർ ഒരു തരത്തിലും ഉത്തരവാദികളല്ല. പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിക്ക് മാധ്യമപ്രവർത്തകരോട് ഇത്ര രോഷം? ഒരു യോഗം വിളിക്കുക അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിക്കുമ്പോൾ ആ യോഗത്തിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് അനുവാദമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൃത്യമായി അറിയിക്കാറുണ്ട്. ഇങ്ങനെ ഒരു യോഗം നടക്കുന്നു, ഒരു അംബാസിഡർ വരുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിഗ്നിറ്ററി വരുന്നു, അവരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ജൂലൈ 23 സമാധാന യോഗം നടക്കുന്നു. ആ യോഗത്തിന്റെ ദൃശ്യങ്ങൾ തുടക്കത്തിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് എടുക്കാവുന്നതാണ് എന്ന അറിയിപ്പ് തിരുവനന്തപുരത്തെ എല്ലാ മാധ്യമപ്രവർത്തകരും അടങ്ങുന്ന CM മീഡിയ എന്ന ഗ്രൂപ്പിൽ കൊടുക്കാറുണ്ട്. അഥവാ അങ്ങനെ ദൃശ്യമാധ്യമങ്ങൾ വരേണ്ടതില്ലാത്ത ഒരു യോഗമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്ന അറിയിപ്പ് കൊടുക്കാറുമില്ല. ഇതൊരു പതിവാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് 3 പാർട്ടികളാണല്ലോ. 1 ഗവൺമെന്റ്, 2 BJP, 3 CPIM. ഈ CPIM ഓഫീസിൽ നിന്നും അറിയിപ്പ് കൊടുത്തിട്ടില്ല. സ്വാഭാവികമായും മുഖ്യമന്ത്രി അവിടെ മുഖ്യമന്ത്രിക്ക് അറിയാലോ ഇത് അറിയിപ്പ് കൊടുത്തിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത്. അവിടെ എത്തുമ്പോൾ ആ ഹാളിൽ നിറയെ മാധ്യമപ്രവർത്തകർ. അപ്പോൾ മുഖ്യമന്ത്രി അവരോട് എന്താ, മാധ്യമപ്രവർത്തകരല്ല, ക്യാമറാമാൻമാർ. അപ്പോൾ സ്വാഭാവികമായും അത് ക്യാമറ പുറത്തേക്ക് പോട്ടെ എന്ന് പറയുന്നു. യോഗം തുടങ്ങാനുള്ള സമയമായി.
അങ്ങനെ വരുമ്പോൾ 4-5 പേര് മാത്രം അതിനകത്ത് നിൽക്കുന്നു. അതിനിടയ്ക്ക് തന്നെ ഞങ്ങളെ വിളിച്ചിട്ടാണ് വന്നതെന്ന് പറയുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ചു, ആര് വിളിച്ചിട്ട് എന്ന ചോദ്യം ചോദിക്കുന്നു. എന്നിട്ടും അതിനകത്ത് തങ്ങിയ മാധ്യമപ്രവർത്തകരോട് സ്വാഭാവികമായും മുഖ്യമന്ത്രി കടക്ക് പുറത്തെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഡിഗ്രിയുടെ കാര്യത്തിലാണ് ചർച്ചയെങ്കിൽ അത് ചർച്ച ചെയ്യാം. അല്ലാതെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് മുഖ്യമന്ത്രി ഉണ്ടായത്. സ്വാഭാവിക പ്രതികരണം എങ്ങനെയാകും ശ്രീ പി എം മനോജ്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരം യോഗങ്ങളുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ക്യാമറാമാൻമാരെ പ്രവേശിപ്പിക്കുകയും അതിന്റെ വിഷ്വലുകൾ എടുക്കാറ് ഉള്ളതാണ്. അതിപ്പോൾ ഏത് സർവകക്ഷി യോഗമായാലും ഉഭയകക്ഷി യോഗമായാലും അങ്ങനെ ഒരു കീഴ്വഴക്കം ഉള്ളതാണ്. അതല്ലാതെ മാധ്യമപ്രവർത്തകരോ ക്യാമറാമാരോ ആ യോഗം നടക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഇരിക്കില്ല എന്ന് മുഖ്യമന്ത്രിക്കും അറിയാം. അങ്ങനെ ഇരുന്ന യാതൊരു തരത്തിലുള്ള ചരിത്രവുമില്ല, കീഴ്വഴക്കവുമില്ല. ആ യോഗം തുടങ്ങുന്നത് എപ്പോഴാണോ ആ നിമിഷം ആ മാധ്യമപ്രവർത്തകർ ആരും പറയാതെ തന്നെ ആ റൂം വിട്ടു പോകുന്നതുമാണ്. അപ്പോൾ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം മാധ്യമപ്രവർത്തകർ അറിയുമെന്ന ഒരു പ്രശ്നമേ അവിടെ ഇല്ല എന്നിരിക്കെ പിന്നെ മാധ്യമപ്രവർത്തകരുടെ ആരുടെയും സാന്നിധ്യം ഈ ചർച്ച നടക്കുന്നതിന് മുൻപുള്ള സന്ദർഭത്തിലും വേണ്ട എന്ന് എന്തിനു തോന്നണം? കൃത്യമായിട്ട് പറഞ്ഞു, സമയം നിശ്ചയിച്ച യോഗം, ആ യോഗത്തിന്റെ സമയം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഉണ്ടാവാൻ പാടുള്ളൂ. അഥവാ അങ്ങനെയല്ല, ഈ യോഗത്തിൽ ആദ്യം ഫോട്ടോ സെഷൻ നടത്തിയിട്ടാണ് യോഗം തുടങ്ങേണ്ടത് എന്ന് മുഖ്യമന്ത്രിയാണല്ലോ കൺവീൻ ചെയ്യുന്നത്. മുഖ്യമന്ത്രിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ശരി, അങ്ങനെയാണെങ്കിൽ അറിയിപ്പും പോകുമായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ എല്ലാ മന്ത്രിസഭാ യോഗത്തിന്റെയും വിഷ്വൽ എടുക്കാൻ കഴിയാറില്ല. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെയും സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെയും വിഷ്വൽ എടുക്കാൻ കഴിയാറില്ല. അങ്ങനെ ഓരോ ഘട്ടത്തിലും തീരുമാനിക്കുന്ന രീതിയിലാണല്ലോ ഇത് ചെയ്യുന്നത്. അതല്ലാതെ അങ്ങനെ മുഖ്യമന്ത്രി എടുക്കാൻ അനുവദിക്കാറില്ല. പക്ഷേ ഒരു പുതിയ ക്യാബിനറ്റ് രൂപീകരിക്കപ്പെടുന്ന വേളയിൽ മുഴുവൻ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഇരുന്ന വിഷ്വൽ എടുക്കാൻ അനുവദിച്ചതിന് ശേഷമാണ് ക്യാമറാമാൻമാരെ പുറത്തേക്ക് പോകാൻ വിടുക. ഇനിയിപ്പോൾ CPIMന്റെ കാര്യമെടുത്താലും CPIMന്റെ ഒരു പുതിയ സംസ്ഥാന സമിതി വരുമ്പോൾ, സമ്മേളനം കഴിഞ്ഞ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു കേന്ദ്ര കമ്മിറ്റി വരുമ്പോൾ വിഷ്വലുകൾ എടുത്തിട്ടില്ലെന്നാണോ? അങ്ങനെ അനുവദിക്കാറുണ്ട്. അങ്ങനെയല്ല, വിഷ്വലുകൾ എടുക്കുന്നത് ഈ ഒരു ഫോട്ടോ സെഷൻ തീരുമാനിച്ചാണല്ലോ എടുക്കേണ്ടത്. അങ്ങനെ ഒരു ഫോട്ടോ സെഷൻ അല്ല, ഈ യോഗത്തിൽ നടക്കുന്ന ചർച്ചകളും അതിന്റെ ഔട്ട്കമാണ് പ്രധാനം എന്ന് മുഖ്യമന്ത്രിയും അതിൽ പങ്കെടുക്കുന്ന ആളുകളും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല, ഞങ്ങൾ ചിത്രം എടുത്തേ തീരൂ, എന്നാലേ കേരളത്തിൽ സമാധാനം പുലരൂ എന്ന് നമ്മൾ നിർബന്ധം പിടിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. അല്ല, ഇതിൽ നിർബന്ധം പിടിക്കുന്നതിന്റെ കാര്യമല്ല. എന്താണ് സംഭവം? ഒരു മേശയ്ക്ക് രണ്ട് വശവും CPIMന്റെയും BJPയുടെയും നേതാക്കൾ ഇരിക്കുന്നു. അവർ സർക്കാരിൻ്റെ മധ്യസ്ഥത്തിൽ ചർച്ച നടത്തുകയാണ്. അങ്ങനെ ചർച്ച നടത്തുന്നതിൻ്റെ ഒരു ദൃശ്യം മാധ്യമപ്രവർത്തകർ ജനങ്ങൾക്ക് മുൻപിൽ കാണിക്കരുത് എന്ന താല്പര്യം സർക്കാരിന് എന്തുകൊണ്ട് വരുന്നു? ഞാനേ ഈ മാധ്യമപ്രവർത്തനത്തിൻ്റെ രീതിയെക്കുറിച്ച് നേരത്തെ ഒരിടത്ത് പറഞ്ഞു, അതിവിടെ ആവർത്തിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിലെ പ്രമുഖ മാധ്യമം എന്ന് നമ്മളെല്ലാം വിചാരിക്കുന്ന ടൈംസ് നൗവിൻ്റെ ഒരു ട്വീറ്റർ എന്താണ്? വെൻ മീഡിയ ക്വസ്റ്റ്യൻഡ് കേരള ചീഫ് മിനിസ്റ്റർ ഓവർ ദ ലോ ആൻഡ് ഓർഡർ, ഹി ടോൾഡ് ദ മീഡിയ പേഴ്സൺസ് ടു ഗെറ്റ് ഔട്ട്. അതായത് ഈ യോഗം ക്രമസമാധാനം പാലിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള യോഗം നടക്കുന്നതിന് മുമ്പ് മാധ്യമപ്രവർത്തകർ അവിടെ പോയിട്ട് ചോദിക്കുന്നു കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ എങ്ങനെയുണ്ട് എന്ന് മുഖ്യമന്ത്രിയോട്. അന്നേരം മുഖ്യമന്ത്രി അവരോട് പുറത്തു പോകാൻ പറഞ്ഞു എന്നാണ് ഒരു നാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതാണ് ശരിയെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതെല്ലാം പിൻവലിക്കേണ്ടി വരില്ലേ? അപ്പോൾ മാധ്യമങ്ങൾ ഇത്തരം അധാർമികമായ സത്യത്തിന് നിരക്കാത്ത റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട് എന്നും കൂടി അംഗീകരിച്ചുകൊണ്ടാണ് അതിനോട് എങ്ങനെ പ്രതികരണം ഉണ്ടാവും എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അല്ല, ആയിക്കൊള്ളട്ടെ ശ്രീ പി എം മനോജ്. ടൈംസ് നൗ എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകൾ മുൻപും കൊടുത്തിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു മാധ്യമ സ്ഥാപനമാണ് എന്നതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തെ ആകെ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നു എന്ന് നമുക്ക് പറയാനാകില്ലല്ലോ. ടൈംസ് നൗവിൻ്റെതായി കേരളത്തെ സംബന്ധിച്ച തെറ്റായ വാർത്തകൾ മുൻപും വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ചോദിച്ച ചോദ്യം, ഇന്ന് ഇങ്ങനെ ഒരു യോഗം നടക്കുമ്പോൾ BJPയുടെയും CPIMന്റെയും നേതാക്കൾ മുഖാമുഖം ഇരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ മുൻകൈ എടുത്തൊരു ചർച്ച നടത്തുമ്പോൾ അതിൻ്റെ ദൃശ്യം എന്ന് പറഞ്ഞാൽ പോസിറ്റീവായി എല്ലാ ജനങ്ങളിലേക്കും വിനിമയം ചെയ്യപ്പെടുന്ന ഒരു ദൃശ്യമാണല്ലോ. ആ ദൃശ്യം വരേണ്ട എന്ന് സർക്കാരിന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്നാണ് എൻ്റെ സംശയം. അല്ല, പോസിറ്റീവായി വിനിമയം ചെയ്യപ്പെടുന്ന ദൃശ്യമാണ് എന്ന് എങ്ങനെയാണ് അഭിലാഷയെ ഉറപ്പിക്കുക? അതുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നല്ല. പക്ഷേ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ അഭിലാഷിന് കഴിയുമോ? ഈ പോസിറ്റീവായിട്ടുള്ള ദൃശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മാധ്യമങ്ങൾക്ക്, എല്ലാ മാധ്യമങ്ങളും അല്ല. അതുകൊണ്ട് തന്നെയാണ് പകുതിയിലേറെ മാധ്യമങ്ങൾ പുറത്തിറങ്ങിയിട്ടും ബാക്കി അവശേഷിച്ച മാധ്യമങ്ങളോടാണ് മുഖ്യമന്ത്രി ഷൗട്ട് ചെയ്തത്.
അതിപ്പോൾ ആദ്യം ദൃശ്യം പകർത്തി കഴിഞ്ഞിട്ടുള്ള ആളുകൾ ക്യാമറാമാൻമാർ പുറത്തിറങ്ങി അതിനുശേഷം ഇനിയും ദൃശ്യങ്ങൾ പകർത്താൻ ബാക്കിയുള്ളവർ അവിടെ നിന്നതാകുമല്ലോ. അതല്ലാതെ അവിടെ നിന്ന് ഇനിയിപ്പോൾ ഈ യോഗം മുഴുവൻ കേട്ട് എന്തെങ്കിലും പുറത്തെത്തിക്കാമെന്ന് കരുതിയിട്ടുള്ള ആളുകളൊന്നുമില്ല. അങ്ങനെയുള്ള ദൗത്യമൊന്നും ഒരു മാധ്യമ പ്രവർത്തകനും ഇല്ല. ശ്രീ PM മനോജ്, ആരാ പറഞ്ഞത്? ഇതിനു മുമ്പ് CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ യോഗം നടക്കുമ്പോൾ അത് അവിടേക്ക് കയറാൻ മാധ്യമപ്രവർത്തകർക്ക് അനുവാദം കൊടുത്തു. അല്പസമയം 10 മിനിറ്റിനുള്ളിൽ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം ബ്രേക്കിംഗ് ന്യൂസായി CPIM രേഖ ഞങ്ങൾക്ക് ചോർന്ന് കിട്ടി, VS അച്യുതാനന്ദനെതിരെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ആരോ ഒരാൾ വായിക്കുന്നതിന്റെ പുറകിലൂടെ പോയി പകർത്തിയിട്ട് ഈ പോസിറ്റീവ് ദൃശ്യം കൊടുത്ത അനുഭവം CPIM-നുണ്ട്. അത് ചിലപ്പോൾ കുറച്ച് മുമ്പേയുള്ള കാര്യമായതുകൊണ്ട് അഭിലാഷ് കൃത്യമായിട്ട് ഓർമ്മിച്ചിരിക്കണമെന്നില്ല, എന്നാൽ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പോസിറ്റീവാണ് സകലം ഈ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് മാധ്യമങ്ങൾ പോകുന്നതെന്നൊന്നും ഞാൻ പറയില്ല, എനിക്കങ്ങനെ അനുഭവമില്ല. എന്നാൽ ഇന്ന് ഇത്തരം ഒരു യോഗം, ആ യോഗത്തിന്റെ വിവരങ്ങൾ മുഴുവൻ, യോഗത്തിൽ എന്ത് ചർച്ച നടന്നു, എന്താണ് തീരുമാനം, എന്താണ് എല്ലാവരും അംഗീകരിച്ചതെന്ന് മുഖ്യമന്ത്രിയും കുമ്മനം രാജശേഖരനും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോരാ, നിങ്ങൾ ചർച്ച ചെയ്യുന്നത് തന്നെ എടുക്കണം എന്ന നിർബന്ധം നമുക്ക് എന്തിനാണ്? CPIM-ന്റെയും RSS BJP-യുടെയും നേതാക്കൾ മുഖാമുഖം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ ജനങ്ങൾ കാണേണ്ട എന്ന താല്പര്യം സർക്കാരിനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ഒരു പ്രവർത്തിച്ച രീതി കാണുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ എന്തോ അസ്വസ്ഥപ്പെടുത്തുന്നു ഈ ചർച്ച എന്ന് തോന്നുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രി പാർട്ടിയുടെ സെക്രട്ടറി സ്ഥാനം മാറിയത് അദ്ദേഹം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അത്തരത്തിൽ ആ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമ പ്രവർത്തനത്തെ എല്ലാം തന്നെ തള്ളിപ്പറയുന്ന മനോജിന്റെ ഒരു രീതി എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ മാധ്യമ പ്രവർത്തകർ എങ്ങനെ വാർത്ത കളക്ട് ചെയ്യണം, എവിടെ പോകണം എന്ന് തീരുമാനിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണോ? അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണോ? മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളെ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണോ മാധ്യമപ്രവർത്തനം? അതല്ലല്ലോ. ഏതെല്ലാം വാർത്ത ഏതെല്ലാം പാർട്ടിക്കെതിരായിട്ട് വരുന്നുണ്ട്, CPM-നെതിരെ വരുന്നുണ്ട്, കോൺഗ്രസിനെതിരെ വരുന്നുണ്ട്, BJP-ക്കെതിരെ വരുന്നുണ്ട്, ഇതും അല്ലാത്ത മറ്റ് പല കാര്യങ്ങളും വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ കേരളത്തിൽ കണ്ടിട്ടുള്ള രീതി, ഏത് മീറ്റിംഗ് ആയാലും വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും മാധ്യമപ്രവർത്തകർ അറിഞ്ഞാൽ പോകും. അത് സ്വാഭാവികമല്ലേ? അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ എല്ലാവരും ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് അവർ പുറത്തു പോകും. പിന്നീട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. തമ്മിലടിയുണ്ട്, അല്ലെങ്കിൽ ഏറ്റുമുട്ടി, എന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോ CPM-നെതിരായിട്ട് പ്രചരിപ്പിച്ചു എന്ന് ഞാൻ പറയില്ല. അത്തരത്തിലൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് പോലും സഹിക്കാൻ CPM-ന് കഴിയുന്നില്ല. അല്ലെങ്കിൽ മനോജിന്റെ പ്രതികരണം വെച്ചാണ് ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി കഴിയില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ അസഹിഷ്ണുതയാണ് പ്രകടിപ്പിക്കുന്നത്. ആരാണ് മാധ്യമപ്രവർത്തകർക്ക് അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത്? ഞങ്ങൾ വിളിച്ചാലേ വരാവൂ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അറിഞ്ഞാൽ വരാൻ പാടില്ല, വിളിക്കുന്ന സ്ഥലത്തെ വരാൻ പാടുള്ളൂ. ഇന്ന് നടന്ന കാര്യം സ്വാഭാവികമാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ശരിയാണ്, മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരു ഉഭയകക്ഷി ചർച്ച നടത്താൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു ഉഭയകക്ഷി ചർച്ചയുടെ സന്ദർഭത്തിൽ അവിടെ ഇരിക്കാമെന്ന് ഒരു മാധ്യമ പ്രവർത്തകനും വിചാരിച്ചിട്ടുമില്ല. ആ പ്രീ ഡിസ്കഷൻ വേളയിലെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനാണ് ദൃശ്യമാധ്യമങ്ങൾ പോയത് എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു തർക്കവും ഈ രാജ്യത്ത് തന്നെ ഇല്ല. അവരോട് മുഖ്യമന്ത്രി അസഹിഷ്ണുവായി പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് താങ്കൾ കരുതുന്നു? ഒന്നാമത്തെ കാര്യം, മാധ്യമങ്ങളോട് ഈ മുഖ്യമന്ത്രിക്കുള്ള സമീപനം ജനാധിപത്യപരമല്ല തുടക്കം മുതൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പത്രസമ്മേളനം, മന്ത്രിസഭയ്ക്ക് ശേഷമുള്ള പത്രസമ്മേളനത്തിൻ്റെ കാര്യം മുതൽ ഇങ്ങോട്ട് വന്നാൽ മാധ്യമങ്ങളോട് വളരെ വളരെ അസഹിഷ്ണുവാണ് മുഖ്യമന്ത്രി. അദ്ദേഹം ചിരിക്കുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് മാധ്യമങ്ങളോട്. മുമ്പ് അദ്ദേഹം ചിരിക്കാറില്ല എന്നുള്ളതായിരുന്നു പരാതി, ഇപ്പം അങ്ങനെയാണ്. ഇവിടെ പ്രശ്നം അഭിലാഷും അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്ന വളരെ സിമ്പിളായൊരു കാര്യമാണ്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു യോഗം ഇതുപോലെ, പ്രത്യേകിച്ച് പുതിയതായി നടക്കുന്ന ഒരു യോഗം പ്രീ വിഷ്വൽസ് എടുക്കാതെ പോയിട്ടുണ്ടോ എന്നതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. എല്ലാ യോഗങ്ങൾക്കും, ഇതുപോലുള്ള യോഗങ്ങൾക്ക് വരുന്ന ആളുകളോട് ചോദിക്കുമ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് കുറേ ചർച്ചകൾ നടന്നു. എല്ലാ സ്ഥലത്തും പ്രീ വിഷ്വൽസ് എടുത്തിട്ടുണ്ട്. അതിന് മുൻകൂർ അനുവാദം ഒന്നും കൊടുത്തിട്ടില്ല. എല്ലാ ചർച്ചകളും വിഷ്വൽ എടുക്കും, അത് കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകരോട് സ്ഥലമിട് ഞങ്ങൾ ചർച്ച തുടങ്ങാമെന്ന് പറയും. ഇത് കേരളത്തിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. അല്ലാത്തൊരു സംഭവം മനോജിന് പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു പ്രീ വിഷ്വൽ എടുക്കേണ്ടെന്ന് എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇനി
ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം പറയണം വേണ്ടേ, പത്രക്കാർ വരാൻ പാടില്ല. ഇത് കേരളം മുഴുവൻ അറിയാം. ഇന്ന് ഇത്ര മണിക്ക് ഇവർ ചർച്ച ചെയ്യാൻ പോകുന്നു, മുഖ്യമന്ത്രിയുണ്ട്, ഇന്ന ആളുകളുണ്ട്, അങ്ങനെയുള്ള സ്ഥലത്ത്. അപ്പോൾ ഇവിടെ പ്രശ്നം ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായി മാധ്യമങ്ങളെ അംഗീകരിക്കാൻ CPIM ഇതുവരെ തയ്യാറായിട്ടില്ല. അത് CPIM പാർട്ടിയുടെ പ്രശ്നമാണോ മറ്റാരെങ്കിലും പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. ഇതുവരെ തയ്യാറായിട്ടില്ല. ഇപ്പോൾ മാധ്യമങ്ങൾ നല്ലത് ചെയ്യോ ചീത്ത ചെയ്യോ എന്ന് ഇപ്പോൾ നേരത്തെ പറഞ്ഞു. മാധ്യമങ്ങൾ അവരെ ഇഷ്ടം പോലെ ചെയ്യും. അത് ചെയ്യാനാണ് മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇവിടെ ഈ വിഷ്വൽ വന്നാൽ എൻ്റെ ഒരു സംഭവം, CPIM-ഉം BJP-യും കൂടി ഒരു വിഷ്വൽ വന്നാൽ അത് നാളെ വേറെ അർത്ഥത്തിൽ ഉപയോഗിച്ച് ഇവരിതാ സൗഹൃദമാണ്, നിങ്ങളുടെ അണികൾ വെട്ടിക്കൊല്ലുന്നു എന്ന രൂപത്തിൽ ചിലപ്പോൾ വരാം. ഇല്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷേ അതൊക്കെ വളരെ മീനായ ഒരു ട്രോൾ ക്യാമ്പയിനാണ്. ഞാൻ ചില സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൈ കൊടുത്താൽ, അല്ലെങ്കിൽ 2 വ്യത്യസ്ത രാഷ്ട്രീയ നേതാക്കൾ കൈ കൊടുത്താൽ അതിനെ വെച്ച് ട്രോള്, അതൊക്കെ വളരെ അപൂർവമാണ്, മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്നതല്ല. ഇവിടെ മുഖ്യമന്ത്രിക്ക് ഒരു അസഹിഷ്ണുത മാധ്യമങ്ങളോട് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ബോഡി ലാംഗ്വേജ് അത് ശരിയായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ നിയന്ത്രണാതീതമായൊരവസ്ഥയിൽ തിരുവനന്തപുരം പോലെ ഒരു തലസ്ഥാന നഗരം നിൽക്കുന്നു. വളരെ അപകടകരമാണ്. ആ അവസ്ഥയിൽ ഒരുപക്ഷെ അവിടെയാണ് ബാലൻസ്ഡ് ആയ ഒരു രാഷ്ട്രീയ നേതാവും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നേരെ മറിച്ച് കോടിയേരി ബാലകൃഷ്ണൻ മറുപടി പോലും പറഞ്ഞില്ലല്ലോ എന്താ ചോദ്യത്തിന്. അദ്ദേഹത്തിന് പറയായിരുന്നല്ലോ ഇതാ കാര്യം. ഇപ്പോൾ PM മനോജ് പറഞ്ഞ കാര്യം സഖാവ് കോടിയേരിക്ക് പറയായിരുന്നല്ലോ, പത്രക്കാർ ചോദിച്ചപ്പോൾ. കോടിയേരി പറഞ്ഞില്ലല്ലോ. കാരണം അത് പറഞ്ഞാൽ അവിടെയാണ് സത്യസന്ധതയുടെയും ഈ പറഞ്ഞ മാധ്യമങ്ങളെ അംഗീകരിക്കുന്നതിൻ്റെ ഒരു രീതിയുള്ളത്. മാധ്യമങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കാണാം, പക്ഷേ മാധ്യമങ്ങൾക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യം ജനങ്ങളെ ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ഇവർ തമ്മിൽ സൗഹൃദ സംഭാഷണം നടത്തി എന്ന സന്ദേശം കേരളത്തിലെ ജനങ്ങൾ എത്തിക്കുന്നതാരാ? ഇവിടെ ഒരു ഒത്തുതീർപ്പുണ്ടായി എന്ന് ജനങ്ങളിൽ എത്തിക്കുന്നതാരാ? മുഖ്യമന്ത്രിയോ പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടിക്കാരോ വീട്ടിൽ പോയിട്ടല്ല. ഈ മാധ്യമങ്ങൾ തന്നെയാണ്. അവിടെ സമാധാന സൗഹൃദ അന്തരീക്ഷം ഉണ്ടായിട്ടുണ്ട്, ഒത്തുതീർപ്പ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഒരു ശുഭപ്രതീക്ഷ ജനങ്ങൾക്ക് കൊടുക്കാനാണ് ഈ മീറ്റിംഗ് നടത്തിയത്. തീർച്ചയായിട്ടും അതിപ്പോൾ മാധ്യമങ്ങളെ ധർമ്മം നിർവഹിക്കാതെ പോകും. ഇപ്പോൾ വേറെ ചർച്ചയാണ് വരുന്നത്. അതെ, ഞാൻ അങ്ങയിലേക്ക് മടങ്ങെത്താം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്നിപ്പോൾ ഈ സമാധാന യോഗത്തിന് തൊട്ട് മുൻപ് മുഖ്യമന്ത്രി പരുഷമായി മാധ്യമങ്ങളോട് പെരുമാറിയത് അദ്ദേഹത്തിന് മാധ്യമങ്ങളോടും മാധ്യമപ്രവർത്തകരോടുമുള്ള മുൻവിധി കൊണ്ടാണോ, അതോ ഈ സമാധാന യോഗം അങ്ങനെ ദൃശ്യങ്ങളോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട, അത് കഴിഞ്ഞതിന് ശേഷം നേതാക്കളുടെ വാക്കുകളിലൂടെ അറിഞ്ഞാൽ മതി എന്നുള്ളത് കൊണ്ടാണ്? ഈ 2 കാരണങ്ങൾ കൊണ്ടുമല്ല. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരും മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെർഷനിലേക്ക് ഈ ചർച്ച കൊണ്ടുപോകുന്നത്. ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുന്ന തിരുവനന്തപുരത്ത് 6 ദിവസമായി നിരോധനാജ്ഞയാണ്. മാത്രമല്ല, പരസ്പരം 2 പാർട്ടികൾ വീട് കയറി തകർക്കുന്നു, വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുന്നു, അവസാനം അത് കൊലപാതക രാഷ്ട്രീയത്തിലേക്ക് എത്തിയിരിക്കുന്നു. BJP ഒരു സന്ദേശം കൊടുത്തു. ആ സന്ദേശം വേറൊന്നുമല്ല, കുമ്മനത്തെ തൊട്ടാൽ കോടിയേരി ഞങ്ങൾ ശരിപ്പെടുത്തും. അപ്പോൾ അതോടുകൂടി ഒരു കോംപ്രമൈസിലേക്ക് വന്നാണ്. അതിനുശേഷമാണ് ഒരു കൊലപാതകം. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഗവർണർ വിളിപ്പിച്ചു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ താഴെ പ്രവർത്തിക്കുന്ന DGP-യെയും വിളിപ്പിച്ചു. 2 പേരോടും ചോദിച്ചു എന്താ ഇവിടെ നടക്കുന്നത്. 2 പേരും വിശദീകരിച്ചു. എന്താ ചോദിച്ചതെന്നും എന്താ വിശദീകരിച്ചതെന്നും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം അറിയാം, കേരളത്തിലെ മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചത് ഇന്നിവിടെ നടക്കുന്ന സംഭവങ്ങളിൽ കേന്ദ്രത്തിലുള്ള അസന്തുഷ്ടി ഗവർണറെ അവരറിയിച്ചതുകൊണ്ട് ഗവർണർ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി നിർവഹിച്ചു. മുഖ്യമന്ത്രിയെ വിളിപ്പിച്ചു. മുഖ്യമന്ത്രിയെ മാത്രമല്ല DGP-യെ വിളിപ്പിച്ചു. ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി മുഖ്യമന്ത്രിയെ വിളിച്ചു. മുഖ്യമന്ത്രിയോട് വളരെ പരുഷമായി സംസാരിച്ചു എന്നാണ് BJP കേന്ദ്രങ്ങൾ പുറത്തുവിടുന്നത്. ശരിയാകാം, തെറ്റാകാം. എന്തായാലും വിളിച്ചത് കുശല അന്വേഷിക്കാനല്ല, അവരുടെ ഒരു പ്രവർത്തകനെ കൊന്നു, ഇവിടെ ആകെ അക്രമം, അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വിളിച്ചത്. വിളിച്ചതിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ ക്രമസമാധാന നിലയെ അഭിനന്ദിക്കാനാണ് വിളിച്ചത്. കുമ്മനം അത് കടത്തിവെട്ടി. മാത്രമല്ല, ആഭ്യന്തരമന്ത്രി ചിറ്റ് ചെയ്തു, അതിനല്ല വിളിച്ചത്, മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മാനസിക നില ആകെ തകർന്നിരിക്കുന്നു. ഗവർണർ വിളിപ്പിച്ചു, ആഭ്യന്തരമന്ത്രി വിളിപ്പിച്ചു, തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ മൂക്കിന് താഴെ നിരോധനാജ്ഞ, പരസ്പരം 2 പാർട്ടികൾ തമ്മിൽ ചേരിപ്പോര് ഒരു കുരുതിക്കളമായി മാറുന്നു. ഈ സാഹചര്യത്തിൽ ഗവർണർ പറഞ്ഞിട്ടാണ് ഇന്നത്തെ യോഗം വിളിച്ചത്. ആ യോഗം നടക്കുമ്പോൾ
വാർത്താ മാധ്യമങ്ങൾ അവിടെ പോയതിൽ ഒരു തെറ്റുമില്ല. കേരളത്തിൽ എത്രയോ കാലമായി നമ്മൾ പത്രക്കാരെ കാണുന്നു. KPCC യോഗം വിളിച്ചാൽ അവിടെ വരും, AKG സെന്റർ യോഗം വിളിച്ചാൽ അവിടെ വരും. പ്രകാശ് കാരാട്ടോ അല്ലെങ്കിൽ യെച്ചൂരിയോ പങ്കെടുത്താൽ അവർ പ്രസംഗിക്കുമ്പോൾ പ്രസംഗം ആരംഭിച്ച് ഒരു 5 മിനിറ്റ് നിൽക്കും. അത് കഴിയുമ്പോൾ സംസ്ഥാന സെക്രട്ടറി പറയും, നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടി, നിങ്ങൾ എടുക്കാനുള്ളത് എടുത്തു, ഇനി നിങ്ങൾ ഒന്ന് പുറത്തോട്ട് നിൽക്കണം, ഞങ്ങൾക്ക് ഇച്ചിരി കാര്യം ചർച്ച ചെയ്യാനുണ്ട്. KPCCയിലും അതാ, ക്യാബിനറ്റ് മീറ്റിംഗ് വരുമ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ എടുക്കും, അതിനുശേഷം ബ്രീഫ് ചെയ്താലായി. ഇല്ലെങ്കിൽ ആ മന്ത്രിമാരൊക്കെ പുറത്തു പോകുന്ന ദൃശ്യങ്ങൾ എടുത്തിട്ടാണ് ആ വാർത്ത കൊടുക്കുന്നത്. ഇന്നലെ ഗവർണർ പറഞ്ഞിട്ടാണ് ഈ യോഗം ഇന്ന് അവിടെ വിളിച്ചത്. ശരി, അതാണ് താങ്കൾ അതിൽ കാണുന്ന പോയിന്റ്. PM മനോജ്, ഇങ്ങനെ ഒരു യോഗം ചേരാൻ നിർബന്ധിതമാകുകയായിരുന്നോ? ഇന്നലെ ഗവർണറുടെ ഓഫീസിൽ നിന്ന് നൽകിയ പത്രക്കുറിപ്പിൽ ഈ യോഗത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ BJPയുടെയും CPIMന്റെയും നേതാക്കളുമായി നടത്തുന്ന ചർച്ചയെക്കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. അതായത് ഒരു നിർബന്ധിതമായ സാഹചര്യത്തിൽ നടത്തിയ യോഗമാണ് ഇത് എന്ന പ്രശ്നം ഈ യോഗത്തിനുണ്ടായിരുന്നോ? അതല്ലാതെ ഈ സർക്കാരിന് ഇങ്ങനൊരു യോഗത്തിന് താല്പര്യമില്ലായിരുന്നോ? അല്ല, ഞാനിപ്പോൾ ആർക്കാണ് മറുപടി പറയേണ്ടത്? അഭിലാഷനാണോ, CR നീലകണ്ഠനാണോ, JR പത്മകുമാറിനാണോ, അതോ രാജ്മോഹൻ ഉണ്ണിത്താനാണോ? ഇവർ 4 പേരും ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, അത് വലിയ തെറ്റാണെന്നല്ല. അപ്പോൾ സാധാരണഗതിയിൽ ചർച്ചയിലെ പാനൽ തിരഞ്ഞെടുക്കുമ്പോഴെങ്കിലും ഈ ഒരു അസമത്വം ഇല്ലാതെ സൂക്ഷിക്കാൻ വളരെ മാന്യനായ മാധ്യമപ്രവർത്തകനായ അഭിലാഷ് തയ്യാറാകണം എന്ന ഒരു അഭ്യർത്ഥന ആദ്യമായിട്ട് ഞാൻ വെക്കുകയാണ്. രണ്ടാമത് ചർച്ച തുടർച്ചയാണല്ലോ. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ്, CM മീഡിയ അല്ലല്ല, അത് വേണ്ട. കാരണം ചോദ്യങ്ങൾ എന്നോട് മാത്രമാണല്ലോ. ഇതുവരെ 4 പേര് ചർച്ച ചെയ്തതിൽ ചോദ്യങ്ങൾ എന്നോട് മാത്രമായിരുന്നല്ലോ അഭിലാഷ് ഇടയ്ക്ക് കയറി ചോദിച്ചത്. അതും ഞാൻ വിടുന്നു, കാരണം ചോദിക്കാനുള്ള അവകാശം അഭിലാഷിനുണ്ട്. കുഴപ്പമില്ല. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സ്ഥിരമായി മെസ്സേജ് കൊടുക്കുന്ന CM മീഡിയ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൽ കഴിഞ്ഞ ജൂലൈ 23-ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സന്ദേശം, ആ സന്ദേശം ഇതാണ്: ഇന്നത്തെ സർവകക്ഷി യോഗത്തിന് മുമ്പ് ദൃശ്യങ്ങൾ എടുക്കാവുന്നതാണ്. മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാൾ 3 മണി 2:34 അത് കൊടുക്കുകയാണ് മെസ്സേജ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. അപ്പോൾ ഇങ്ങനെ കൃത്യമായി മെസ്സേജുകൾ പാസ് ചെയ്യുകയും അതിൻ്റെ ഭാഗമായി മാധ്യമങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസും ദൃശ്യങ്ങൾ എടുക്കാവുന്ന യോഗങ്ങൾ ഇത്, അല്ലാത്ത യോഗങ്ങൾ ഇത് എന്ന് തീരുമാനിച്ച് പരസ്പര ധാരണയോടുകൂടി നീങ്ങുന്ന ഒരു വിഷയമാണിത്. ഇവിടെ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിപ്പ് പോയിട്ടില്ല, CPIMന്റെ ഓഫീസിൽ നിന്നും അറിയിപ്പ് പോയിട്ടില്ല. CPIMന്റെ ഓഫീസിൽ നിന്ന് അറിയിപ്പ് പോകേണ്ട കാര്യം ഉണ്ടാവുന്നത് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആ യോഗത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ടാണ്, 3 കക്ഷികൾ മാത്രം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ രാവിലെ 7 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ആളെ വിളിച്ച് ചോദിക്കുന്നത് ജനൻ TVയുടെ ഓഫീസിൽ നിന്നാണ്. അത് കഴിഞ്ഞ് വിളി വരുന്നത് BJPയുടെ ഓഫീസിൽ നിന്നാണ്. അല്ല, BJPയുടെ അല്ല, ജന്മഭൂമിയുടെ ഓഫീസിൽ നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ ആളുകൾ വിളിക്കുമ്പോൾ പറയുന്നു ഞങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. എവിടുന്ന്? BJPയുടെ ഓഫീസിൽ നിന്ന്. അപ്പോൾ BJPയുടെ ഓഫീസിൽ നിന്ന് ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടുപോയി അവരുടെ എംബഡഡ് ജേർണലിസമാണ് ചിലരെങ്കിലും, അതായത് ബാക്കി 5 പേരാണല്ലോ, ആ 5 പേരെങ്കിലും നടത്തിയത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയവും ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുമല്ലേ ആ വാർത്ത. അത് കവർ ചെയ്യുക എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തകൻ അയാളുടെ കാഴ്ചക്കാരനോടും വായനക്കാരനോടും ഒക്കെ ചെയ്യേണ്ട ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. ഉണ്ണിത്താനും JR പത്മകുമാറും സംസാരിക്കുമ്പോൾ ഉണ്ടാകാത്തത് എന്താണ് എന്റെ സംശയം. അല്ല, അഭിലാഷിന് ചോദ്യം ചോദിക്കാനുള്ള അവകാശം ഞാൻ കളയല്ല. പക്ഷെ ഇതുപോലുള്ള സംശയം ഇടക്ക് കയറിയുള്ള തോക്ക് കയറിയുള്ള വെടിവെപ്പും JR പത്മകുമാരോ അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനോ സംസാരിക്കുമ്പോൾ അവർ വിഷയം വിട്ടു പറഞ്ഞിട്ട് പോലും എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് എല്ലാ ആളുകൾക്കും തുല്യമായ സമയം കൊടുക്കും. ശ്രീ PM മനോജ്, ഇവിടെ ചർച്ചയില് ഒരു ഉപചോദ്യം ചോദിക്കാനുള്ള സന്ദർഭം ഉരുത്തിരിയുന്ന വേളയിലാണല്ലോ ചോദ്യം ചോദിക്കുക. അഭിലാഷ് പറയുന്നത് പോലെ, അഭിലാഷ് ആഗ്രഹിക്കുന്നത് പോലെ ഒരാൾ വന്ന് ഇവിടുന്ന് പറയണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അല്ലല്ല, ഉപചോദ്യം ചോദിക്കാനുള്ള സന്ദർഭം ഉണ്ടാകുമ്പോഴാണല്ലോ ചോദിക്കുക. അതിപ്പോൾ ഇന്ന ആൾ പറയുമ്പോൾ ചോദിക്കും, ഇന്ന ആൾ പറയുമ്പോൾ ചോദിക്കില്ല എന്ന അവസ്ഥയില്ല. മിനിമം മര്യാദ അല്ല, അത് നിങ്ങളുടെ ധാർമ്മികത. ഇതുവരെ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കണ്ട കാര്യം വെച്ച് നിങ്ങൾ ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാം. പക്ഷെ ആ ഉത്തരം പറഞ്ഞ് മുഴുമിപ്പിക്കാനുള്ള സമയമെങ്കിലും എനിക്ക് ഉണ്ടാവണം എന്നതാണ് എന്റെ നിർബന്ധം. ചോദിച്ചോളൂ. ശരി, ഞാൻ ചോദിച്ച ചോദ്യത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. എന്താണ് ചോദ്യം? ശ്രീ PM മനോജ്, ഇന്നിപ്പോ ഇങ്ങനെ ഒരു യോഗം നടക്കുന്നു. ശരി, ഇനിയിപ്പോൾ BJP സോഴ്സസിൽ നിന്നാണ് മാധ്യമപ്രവർത്തകർക്ക് ആ വിവരം കിട്ടിയത് എന്ന് തന്നെ ഇരിക്കട്ടെ. മാധ്യമപ്രവർത്തകൻ അങ്ങനെ ഇന്ന സോഴ്സിൽ നിന്ന് വിവരം കിട്ടണം, ഇന്ന സോഴ്സിൽ നിന്ന് വിവരം കിട്ടരുത് എന്നൊന്നുമില്ല.
ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസമാണ്, കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ വികാസമാണിത്. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ച് അവൻ്റെ ജോലിയാണ്. അവിടെ പോയ മാധ്യമപ്രവർത്തകർ അവരുടെ ജോലി ചെയ്യാൻ വന്നതാണ്, അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വന്ന ആളുകളല്ല അവർ. അപ്പോൾ ഇന്നത്തെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കവർ ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകരാണ് അവിടെ ഉള്ളത്. അതെങ്ങനെയാണ് എംബെഡഡ് ആവുക? ആ വാർത്തയാണ് കൃത്യമായി മുഖ്യമന്ത്രിയും ശ്രീ കുമ്മനം രാജശേഖരനും മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്താണ് ആ യോഗത്തിൽ ചർച്ച ചെയ്തതെന്ന്. അത് പറഞ്ഞത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തന സ്വാതന്ത്ര്യത്തിന്റെ നിഷേധമാകുക? അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ സെഷൻ നടത്തിയാലേ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റൂ എന്ന നിർബന്ധം ഈ 5 മാധ്യമപ്രവർത്തകർക്കെങ്കിലും അല്ലെ 5 പേർക്കെങ്കിലും ഉണ്ടാവുന്നതിനെ നിങ്ങൾ എങ്ങനെയാണ് ന്യായീകരിക്കുക? അത് അവിടെ പങ്കെടുക്കുന്ന ആളുകൾ എന്താണ് ചർച്ച ചെയ്തത് എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തിൽ എടുക്കാതിരിക്കുകയും അവരുടെ ഫോട്ടോ സെഷൻ മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ആ യോഗത്തിന്റെ അജണ്ട അത് ചർച്ച ചെയ്യുന്നതിന് പകരം നിങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു, അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞ് ജനങ്ങളെ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാകുമായിരുന്നില്ലല്ലോ. ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു വാർത്ത ഉണ്ടാകുമായിരുന്നില്ലല്ലോ. മുഖ്യമന്ത്രി ഇറങ്ങിപ്പോകാൻ പറയുമെന്ന് മുൻകൂട്ടി കരുതി മാധ്യമപ്രവർത്തകർ അവിടെ പോയി നിന്നതല്ലല്ലോ. ഇവിടെ അല്ലല്ല CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കയ്യുയർത്തി പ്രസംഗിക്കുമ്പോൾ ഈ ഷുഗർ പരിശോധിക്കാനുള്ള യന്ത്രം ഏലസ് കെട്ടിയതാണ് എന്ന് നാണമില്ലാതെ റിപ്പോർട്ട് ചെയ്ത മാധ്യമ സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ പൊതുയോഗം കവർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഏലസ് നോക്കാൻ പോകുന്ന ആളുകളും ഉണ്ട് എന്നുള്ള കാര്യം, മാധ്യമപ്രവർത്തകർ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യമില്ല. അത്തരം നെറികെട്ട മാധ്യമപ്രവർത്തനവും നാട്ടിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു യോഗത്തിൽ ഞങ്ങൾ പറയാം എന്താണ് ചർച്ച ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് ഫോട്ടോ സെഷൻ വരേണ്ട എന്ന് തീരുമാനിക്കാൻ ആ യോഗം നടത്തുന്ന ആളുകൾക്കുള്ള സ്വാതന്ത്ര്യം. വെറുതെ വലിഞ്ഞു കയറി ഒരാൾ യോഗം നടത്തുകയല്ലോ. കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടികളായ 2 പാർട്ടികളുടെ കേരളം തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി കേരളത്തിലെ ഉത്തരവാദപ്പെട്ട 2 രാഷ്ട്രീയ കക്ഷികളുടെ സംസ്ഥാന നേതൃത്വങ്ങളുമായി നടത്തുന്ന ചർച്ചയ്ക്ക് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് അസ്പർശ്യത കൽപ്പിക്കാനാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തേണ്ട ചർച്ചയാണെങ്കിൽ അങ്ങനെ നടത്തുമല്ലോ. മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തേണ്ട ചർച്ചയല്ല. രഹസ്യാത്മകതയുണ്ട്, ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് നിങ്ങളോട് പറയാമെന്ന് അവർ തീരുമാനിച്ചാൽ അതല്ല ഞങ്ങൾക്ക് അകത്ത് ഈ ചർച്ചയുടെ രഹസ്യാത്മകത നിർബന്ധം പിടിക്കാനുള്ള ഈ ചർച്ചയുടെ രഹസ്യാത്മകത ചോർത്താമെന്ന് ആരും ധരിച്ചിട്ടില്ലല്ലോ. ഈ ചർച്ചയുടെ രഹസ്യാത്മകത ചോർത്താമെന്നാരും ധരിച്ചിട്ടില്ല. ഈ ചർച്ചയുടെ എന്നല്ല, ഇതുമാതിരി നടക്കുന്ന ഒരു ചർച്ചയിലും ഒരു മാധ്യമപ്രവർത്തകരും സന്നിഹിതനാകില്ല. ഒരു മാധ്യമപ്രവർത്തകരും സന്നിഹിതനാകില്ല. ഈ ചർച്ചയുടെ ആദ്യത്തെ വിഷ്വലുകൾ, ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ്, യോഗ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ്, അത് ഷൂട്ട് ചെയ്തതിന് ശേഷം പുറത്ത് ഈ നേതാക്കൾ തിരിച്ചു വന്ന് പറയുന്നത് വരെ കാത്തിരിക്കുക എന്നുള്ളതാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. അത് തന്നെയാണ് ഇന്നും സംഭവിക്കുമായിരുന്നത്. ആ സമയത്ത് മുഖ്യമന്ത്രി അങ്ങ് ചെന്ന് കയറിയപ്പോൾ മുതൽ അദ്ദേഹം ഇങ്ങനൊരു സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്തരമൊരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് പുറത്തിറങ്ങി പോകാൻ പറഞ്ഞതാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന ധാരണയിലേക്ക് നിങ്ങൾ എത്തിക്കാൻ ഈ ഒരു ചർച്ച കാരണമായി എന്ന് നിങ്ങളും കൂടി സമ്മതിക്കണം. അതായത് ഇന്ന് ആ യോഗത്തിൽ നടന്ന ചർച്ചയുടെ ഒരു മെറിറ്റും നിങ്ങൾ ചർച്ച ചെയ്യേണ്ടതില്ല. മറിച്ച് ആ വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ പറ്റാതെ നിങ്ങൾക്ക് പറ്റിയ പ്രശ്നം, ആ പ്രശ്നമാണ് കേരളത്തിലെ ജനങ്ങളാകെ ഇന്ന് മനസ്സിലാക്കേണ്ട വിഷയമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് മുഖ്യമന്ത്രി നിങ്ങൾ ആക്ഷേപിക്കുന്നുണ്ടല്ലോ. അതിന്റെ 1000 ഇരട്ടി കുറ്റമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. മുഖ്യമന്ത്രിയും പുറത്തു പറഞ്ഞ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തിരുവനന്തപുരത്ത് പ്രശ്നം നടക്കുകയാണ്. ഒരു BJP പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ വളരെ സംയമനത്തോടു കൂടിയാണ് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് കടന്നിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇനിയും ചോര വീഴരുത്, ഒരു പ്രകോപനമാകരുത് എന്ന് കരുതിയാണ് ആ സംയമനം കാണിക്കുന്ന മാധ്യമങ്ങൾ. ഇന്ന് നൽകാൻ ഉദ്ദേശിച്ച ഒരു പോസിറ്റീവ് സന്ദേശമുണ്ട്. പരസ്പരം അണികൾ പോരടിക്കുന്ന 2 രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ ഒരു മേശയ്ക്ക് ചുറ്റുമിരിക്കുന്നു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ. ഇനി കുഴപ്പമുണ്ടാകില്ല, ഇനി ചോര വീഴില്ല എന്ന ഉറപ്പ് നൽകുന്നു. അത് അവരുടെ അണികൾക്ക് കൂടി നൽകുന്ന സന്ദേശമാണ്. മുഴുവൻ രാഷ്ട്രീയ കേരളത്തിന് നൽകുന്ന സന്ദേശമാണ്. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശമാണ്. ആ സന്ദേശം പകർത്താനാണ്, അത് മാധ്യമങ്ങൾ വഴി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. അത് ചെയ്യാനാണ് അവർ വന്നത്. അല്ലാതെ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തി സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുക എന്ന ലക്ഷ്യമൊന്നും മാധ്യമപ്രവർത്തകർക്കില്ല. മാധ്യമപ്രവർത്തകരുടെ ആര് പറഞ്ഞു?
അതായത് മുഴുവൻ മാധ്യമപ്രവർത്തകരുടെയും അട്ടിപ്പേർ അവകാശം ഞാനോ അഭിലാഷോ ഏറ്റെടുക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ടൈംസ് നൗ എന്ന മാധ്യമത്തിൽ വന്ന വാർത്ത ഉദാഹരിച്ചത്. അത്തരം നെറികെട്ട മാധ്യമപ്രവർത്തനം നടത്തുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ഫ്രട്ടേണിറ്റിയിലുണ്ട്. അതുകൊണ്ട് എല്ലാ മാധ്യമപ്രവർത്തകരും ഇങ്ങനെ സതുദ്ദേശത്തോടെയാണ് പോയത് എന്ന് അഭിലാഷ് പറഞ്ഞാൽ അംഗീകരിക്കാൻ ഞാനോ അല്ലെ ഇവിടെ ഇരിക്കുന്ന ഇത് കേൾക്കുന്ന ജനങ്ങളോ തയ്യാറാവില്ല. ഒരു കാര്യം. രണ്ടാമത്, ഒരു ഗവൺമെന്റ് നടത്തുന്ന ചർച്ചയിൽ ആ ചർച്ചയിൽ എന്ത് വേണം, അത് അവിടെ ഏത് സമയത്ത് പോകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഗവൺമെന്റിനില്ല എന്ന് മാധ്യമങ്ങളിൽ ചിലരെങ്കിലും പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കണോ ഗവൺമെന്റ്? അവിടെയാണ് വിഷയം. എന്നിട്ട് നിങ്ങൾക്കാണ് സഹിഷ്ണുതയില്ലാത്തത്. എന്തുകൊണ്ടാണ്? നിങ്ങളോട് പരുഷമായി അങ്ങനെ ഒരു വാക്ക് അതുണ്ടായപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം അതാണ് എന്ന് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ആ ചർച്ചയുടെയും യോഗത്തിൻ്റെയും എല്ലാ മെറിറ്റും അത് തകർക്കുന്ന രീതിയിലേക്ക് ആ ചർച്ച മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ചർച്ച കൊണ്ടുപോകും. ശരി, അതാണ് താങ്കളുടെ വാദം. ഞാൻ അതിനെ ഖണ്ഡിക്കുന്നില്ല. താങ്കൾ യോജിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. മനോജിനോട് വളരെ ഖേദപൂർവ്വം വിയോജിക്കുന്നു. കാരണം ഇവിടെ മനോജ് പറഞ്ഞത് തന്നെ ശരി. ഇതിൻ്റെ മെസ്സേജ് എന്താ പോകേണ്ടത്? ഇതിൻ്റെ മെസ്സേജ് പോകേണ്ടിയിരുന്നത് നേരത്തെ ഞാനും അഭിലാഷ് ഒക്കെ പറഞ്ഞതാണ്, ഒരു പോസിറ്റീവ് മെസ്സേജാണ്. ഇനി ഒരു തുള്ളി രക്തം കേരളത്തിൽ വീഴാൻ പാടില്ല. BJP-കാരൻ്റെയോ CPM-കാരൻ്റെയോ വേറെ ഏത് പാർട്ടിക്കാരൻ്റെയും വീഴാൻ പാടില്ല. അതിനിതാ ഒരു സൗഹൃദമായൊരു ചർച്ച ഗവർണർ പറഞ്ഞിട്ടാണെങ്കിലും മുഖ്യമന്ത്രി മുൻകൈ എടുത്തിരിക്കുന്നു. അത് നല്ല സന്ദേശമാണ്. ആ സന്ദേശം പോകുന്നതിന് പകരം ഇപ്പോൾ തടസ്സമായതെന്താ? ആ സന്ദേശം കൊടുക്കേണ്ട മാധ്യമങ്ങളോടാണ് മുഖ്യമന്ത്രി തട്ടിക്കേറിയത്. ഇപ്പം മനോജ് പറയുന്ന പോലെ തെറ്റായ റിപ്പോർട്ട് കൊടുക്കുന്ന എല്ലാ പത്രവും ഞാൻ പറയുന്നു അവരവരുടെ സൗകര്യമനുസരിച്ച് റിപ്പോർട്ട് ചെയ്യും. അത് മാധ്യമങ്ങളുടെ ധർമ്മമാണ്. ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്ന മുഴുവൻ സത്യമല്ല എന്ന് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യം, ദേശാഭിമാനി ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന പത്രമാണ്. ജന്മഭൂമി അങ്ങനെയാണ്. എല്ലാവരും ആയിരിക്കും. സ്വതന്ത്ര മാധ്യമങ്ങൾ എന്ന് പറയുന്നവർക്കും ചില അജണ്ടകൾ ഉണ്ടാവാം. അതൊന്നുമല്ല വിഷയം. ഞാൻ നേരത്തെ മനോജിനോട് ചോദിച്ചല്ലോ, ഇതുവരെ ഏതെങ്കിലും യോഗത്തിൻ്റെ ഇതുപോലെയുള്ള ഒരു പബ്ലിക് യോഗത്തിൻ്റെ, പബ്ലിക് എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയത്തിൻ്റെ പ്രീ വിഷ്വൽ എടുക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതാണ് എൻ്റെ ചോദ്യം. ഒരെണ്ണവും ഇല്ല. ഇതിനു മുമ്പ് ഇതുപോലെ തന്നെ സംഘർഷാത്മകമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. പ്രീ വിഷ്വൽ എടുക്കും പോവും. അല്ലാതെ ഒരു യോഗവും ഒരു മുഖ്യമന്ത്രിയും ഒരു മന്ത്രിയും ഇതുവരെ തടഞ്ഞിട്ടില്ല. ഇവിടെ മുഖ്യമന്ത്രി അത് തടയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികമായ അസ്വസ്ഥത അവിടെ പ്രകടമാണ്. അത് അവിടെ തന്നെയാണ് പ്രശ്നം. ഇതിൽ മനോജ് പറയുന്ന പോലെയല്ല. എൻ്റെ പ്രശ്നം അതാണ്. മാനസികമായി ഇത്തരമൊരു ഒത്തുതീർപ്പിന് അദ്ദേഹം മനസ്സുകൊണ്ട് ജനാധിപത്യപരമായി തയ്യാറല്ല. ഗവർണർ നിർബന്ധപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ ഈ യോഗത്തിന് അതിനുള്ള ഗുണമുണ്ടാവില്ല. ശരി, താങ്കൾ കാണുന്നത്. ശ്രീ JR പത്മകുമാർ, വളരെ പോസിറ്റീവായ ഒരു ഫലം ഈ യോഗത്തിന് ഉണ്ടായിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പരുഷമായി പെരുമാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഞാൻ കരുതുന്നില്ല. അത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്തപ്പോഴും ഏറ്റവും അനിവാര്യം പക്ഷേ തിരുവനന്തപുരത്ത് സമാധാനം വേണം എന്നുള്ളതാണ്. അതിന് ഉതകുന്ന തരത്തിൽ രണ്ട് പാർട്ടികളും തമ്മിൽ ഒരു ധാരണയിലെത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ടോ? അങ്ങനെ ആവണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഇത് ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെട്ട എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ CPM പൂർണ്ണമായും പാലിക്കപ്പെടുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായും വിശ്വസിക്കാൻ കഴിയില്ല. മുമ്പ് ഒരുപാട് ചർച്ചകൾ ഇതുപോലെ നടന്നിട്ടുണ്ട്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനമെടുത്ത് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഈ അക്രമത്തിനിരയായ ആളുകളുടെ ഒക്കെ വീട്ടിൽ സർവകക്ഷി സംഘം ചെന്ന് എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങൾക്ക് നൽകിയതിന് ശേഷവും അത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് അങ്ങനെയാണെങ്കിൽ പോലും ഈ കേരളത്തിൽ സമാധാനം വേണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി എടുത്ത നിലപാടിനോട് യോജിച്ച് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അനുകൂലമായൊരു നിലപാടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും എടുത്തിട്ടുള്ളത്. ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതീക്ഷയുണ്ട്. ഈ കാര്യം ഈ സമാധാനം പാലിക്കുന്നതിന് തക്കതായ നടപടി CPM നേതാവ് എന്നുള്ള നിലയിലല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം എടുക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഈ തീരുമാനം എടുത്തതിന് ശേഷം ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആളുകളെ ഉപദ്രവിക്കൽ, വീട് കയറി ആക്രമിക്കൽ, ബോംബെറിയൽ തുടങ്ങിയ കാര്യങ്ങളെയാണ്. അവയൊന്നും ഇനി എന്തായാലും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞോ?
അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞങ്ങൾ എവിടെയെങ്കിലും ബോംബ് എറിയാനോ ആളെ അടിക്കാനോ പോകുന്നുണ്ടോ? അത് നിങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് ഇനി ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ പോലെ ഇന്നലെ വരെ ഞങ്ങൾ ചെയ്തു എന്ന് സമ്മതിച്ചു തരുന്നതല്ലേ. ഞാൻ പറഞ്ഞു വന്നത് അഭിലാഷ്, ഇപ്പോൾ ഈ തീരുമാനമെടുത്തതിന് ശേഷവും നിങ്ങളെ റിപ്പോർട്ടർമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പത്തനംതിട്ട ജില്ലയിലൊന്ന് നോക്കുക. വ്യാപകമായ രീതിയിൽ ഇപ്പൊ CPM അക്രമം നടത്തിക്കൊണ്ടിരിക്കുക. അടൂർ, അതുപോലത്തുള്ള അതിന്റെ ആറന്മുളയിൽ, അതുപോലെ പന്തളത്തെയൊക്കെ വളരെ മോശമായ രീതിയിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ എന്നിട്ടും ഇപ്പോഴും പ്രതീക്ഷിക്കുകയാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ ഭരണാധികാരി എന്നുള്ളതിൽ ശക്തമായ നിലപാടെടുക്കും. പിന്നെ കേരളത്തിൽ അക്രമം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, മുഖ്യമന്ത്രി തീരുമാനമെടുത്തതിന് ശേഷം അത് ലംഘിക്കപ്പെട്ടത് CPM-ന്റെ ഭാഗത്തു നിന്നാണ്. ശരി, അല്ല അത് നമുക്ക് അങ്ങനെ ഒരു മുൻവിധിയുടെ ആവശ്യമില്ല. അങ്ങനെ മുൻപ് കണ്ണൂരിലെ സർവകക്ഷി യോഗത്തിന് ശേഷം ഒരു സംഭവം ഉണ്ടായെന്ന് കരുതി ഈ സർവകക്ഷി യോഗത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഉഭയകക്ഷി യോഗത്തിന് ശേഷം അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്നൊരു മുൻവിധിയോടുകൂടിയുള്ള കാഴ്ചപ്പാടും വേണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഗവർണർ മുഖ്യമന്ത്രിയെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അതിനുശേഷം ഗവർണർ ഞാൻ മുഖ്യമന്ത്രിയെ സമൺ ചെയ്തു എന്ന് ട്വീറ്റ് ചെയ്യുകയും ചെയ്തു. ശരിയാണ്, ഗവർണർ അസാധാരണമായി ഇടപെട്ടു. ഇപ്പോഴത്തെ സംഘർഷം, തിരുവനന്തപുരത്തെ സംഘർഷം സർക്കാരിൻ്റെ ഇടപെടലുകൾ കൊണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്, അതില്ലാതാകാൻ വേണ്ടി പോവുകയാണെന്നുള്ള തോന്നൽ കോൺഗ്രസിനുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു തോന്നൽ വെച്ചു പുലർത്തുന്നത് ഒരിക്കലും ശരിയല്ല. ഇവിടെ ഗവർണർ എന്തിനാണ് മുഖ്യമന്ത്രിയെ വിളിച്ചതെന്ന് പറഞ്ഞു. ആ വിളിച്ച കാര്യം കേരളത്തിൽ പ്രാവർത്തികമാകണം. ഇനി അക്രമം നടക്കാൻ പാടില്ല, കൊലപാതകം നടക്കാൻ പാടില്ല, കണ്ണൂർ തിരുവനന്തപുരത്ത് ആവർത്തിക്കാൻ പാടില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ജനങ്ങൾ മനസ്സമാധാനം ആഗ്രഹിക്കുന്നു. ഈ സംഭവങ്ങളിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ വളരെ ഉത്കണ്ഠാകുലരാണ്. അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി വിളിച്ച സമ്മേളനം വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ നോക്കിക്കാണുന്നു. പക്ഷേ ഇപ്പൊ പത്മകുമാർ പറയുന്നത് ഈ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പരസ്പരം ചായ കുടിച്ച് പിരിയുന്ന ഘട്ടത്തിലും പത്തനംതിട്ടയിൽ മാർക്സിസ്റ്റുകാർ അവരെ ആക്രമിക്കുന്നതാണ്. എനിക്കറിയില്ല ശരിയാണോന്ന്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. തിരുവനന്തപുരത്ത് വ്യാപകമായി ആക്രമണം നടന്നു. AKG കോടിയേരി ബാലകൃഷ്ണന്റെ പാർട്ടിക്കാർ അവരുടെ കുമ്മനത്തിന്റെ ഓഫീസ് വളഞ്ഞിട്ട് ആക്രമിച്ചു. അവര് അതിന്റെ ദൃശ്യങ്ങൾ എടുത്തു, പുറത്തുവിട്ടു. പ്രതികളാരാന്ന് ഐഡന്റിഫൈ ചെയ്തു, അവരെ പിടിച്ചു, പാർട്ടി പുറത്താക്കി. കോടിയേരി ബാലകൃഷ്ണന്റെ വീട് ആക്രമിച്ചു, അതിലെ പ്രതികളെ പിടിച്ചു. മാത്രമല്ല കാട്ടാക്കടയിലും കഴക്കൂട്ടത്തും മണക്കാട്ടും എല്ലാം കരമനയെല്ലാം വ്യാപകമായ ആക്രമണം. പരസ്പരം കൊലവിളി നടത്തുന്നു, വീടുകൾ ആക്രമിക്കുന്നു, വാഹനങ്ങൾ ആക്രമിക്കുന്നു, വെറുതെ പോകുന്ന നിരപരാധികളെ ആക്രമിക്കുന്നു. അപ്പൊ രണ്ട് പാർട്ടിയുടെ അണികൾ തെരുവിൽ കിടന്ന് തമ്മിലടിക്കുമ്പോൾ ആ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ, പാർട്ടി സെക്രട്ടറിയുടെ കാർമ്മികത്തിൽ തിരുവനന്തപുരത്ത് യോഗം ചേർന്ന് അവിടെ നടക്കുന്ന സൗഹൃദ പ്രകടനങ്ങൾ കേരളത്തിലെ ജനങ്ങളിൽ എത്തിക്കാനായിരിക്കാം ഒരുപക്ഷെ മാധ്യമം ശ്രമിച്ചത്. അതിന് കുറ്റപ്പെടുത്താൻ എങ്ങനെ കഴിയും? കാരണം അണികൾ കൊലവിളി നിർത്തുന്നു. അല്ല, ആ സൗഹൃദം കണ്ടിട്ട് അണികൾ കൊലവിളി നിർത്താൻ വേണ്ടിയിട്ടല്ലേ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇങ്ങനെയുള്ള യോഗങ്ങൾ നടത്തുന്നത് തന്നെ. ഒരു സൗഹൃദാന്തരീക്ഷത്തിൽ ശ്രമിക്കുന്നു. അങ്ങനെ അവർ ഒരു മേശയുടെ ഒപ്പം ഇരുന്ന് ഒരു മേശയുടെ ചുറ്റും ചർച്ച ചെയ്ത് തീർക്കട്ടെ പ്രശ്നങ്ങൾ. അല്ല, ആ തീർക്കുന്ന ദൃശ്യങ്ങൾ കേരളത്തിലെ പൊതുജന സമൂഹത്തെ കാണിക്കുന്നതിൽ മുഖ്യമന്ത്രി അസ്വസ്ഥനാകേണ്ട കാര്യം എന്താ? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ യോഗത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കേണ്ടത് മാധ്യമങ്ങളല്ലേ? ഞങ്ങളാരും മനോജിനോട് ഒരു ചോദ്യവും ചോദിച്ചില്ല, ഒരു ഉത്തരവും ഞങ്ങൾക്ക് മനോജിൽ നിന്ന് ആവശ്യമില്ല. പക്ഷേ മനോജ് ഇപ്പൊ വളരെ രൂക്ഷമായ ഭാഷയിൽ അധിക്ഷേപിച്ച ആ മാധ്യമ ധർമ്മം ഉണ്ടല്ലോ, ആ ധർമ്മം സ്വയം പാലിക്കുന്നുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന മനോജ് നടത്തട്ടെ. ആദ്യം വൈദ്യര് സ്വയം ചികിത്സിച്ചിട്ട് വേണം രോഗിയെ ചികിത്സിക്കാൻ. അതിവിടില്ല. ഞാൻ പറഞ്ഞത് വാർത്താ മാധ്യമങ്ങൾ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ കരുണാകരനെ? അതൊക്കെ ചരിത്രം, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മനോജ് മുഖ്യമന്ത്രിയുടെ കാർമ്മികത്വത്തിൽ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്ന് ഉഭയകക്ഷി ചർച്ച നടന്നത്. ഇനി സർവകക്ഷി ചർച്ച നടക്കാൻ പോകുന്നു. സർക്കാരിന് നാട്ടിലെ ജനങ്ങളുടെ ജീവൻ ഉറപ്പാക്കാൻ, അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തമുള്ളതാണ്. അത് ചെയ്യാൻ കഴിയുമെന്ന 100% ആത്മവിശ്വാസം മുഖ്യമന്ത്രിക്ക് തന്നെ ഉണ്ടോ ഇപ്പോൾ?
ഒരു സംശയം വേണ്ട, അത് ചെയ്യുമെന്നുള്ള ആത്മവിശ്വാസം ഉള്ളത് കൊണ്ടാണല്ലോ മുഖ്യമന്ത്രി ഇന്നത്തെ ആ യോഗത്തിന്റെ തീരുമാനങ്ങൾ അത്രയും ഉറപ്പായിട്ട് വിശദീകരിച്ചത്. അതിലിടയ്ക്ക് ഒരു ചെറിയ കാര്യം, ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ രണ്ട് കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ സ്വന്തം പാർട്ടിക്കാരെ നിർത്തിയെടുത്തുനിന്ന് തുണി ഉരിഞ്ഞ പാരമ്പര്യവും അതുപോലെ സ്വന്തം പാർട്ടിക്കാർ തമ്മിലടിച്ച് 4 പേര് ഒരു ജില്ലയിൽ തമ്മിൽ കൊന്ന പാരമ്പര്യവും ഏതായാലും BJPക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല, CPM-നും ഇല്ല. അത് രാജ്മോഹൻ ഉണ്ണിത്താൻ കയ്യിൽ വെച്ചാൽ മതി. ഈ തുണി ഉരിഞ്ഞ പാരമ്പര്യമല്ലോ അവിടെ വെച്ചാൽ മതി. ഈ CPM-ന്റെ മേലെയോ അല്ലെ BJPയുടെ മേലെയോ അത് ചാരേണ്ടതില്ല എന്ന് ആമുഖമായിട്ട് ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ തന്നെ ഒരു കാര്യമുണ്ട്. അത് ഈ സംഭവങ്ങൾ നടന്നല്ലോ. ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഈ BJP ആഫീസിന് നേരെ ആക്രമണം നടന്നു, അതിന്റെ വിഷ്വൽ വന്നു, അതിന്റെ പ്രതികളെ പിടിച്ചു, അവരെ CPM സസ്പെൻഡ് ചെയ്തു, അവരെ ഗവൺമെന്റ് പിടിച്ച് ജയിലിലും അടച്ചു. ഒരു മെസ്സേജാണ്. അതേപോലെ തന്നെ സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിന് നേരെ ആക്രമണം നടന്നു, 8 പേരെ പിടിച്ചു, അവരുടെ വിഷ്വലുണ്ട്, അവരെ റിമാൻഡ് ചെയ്തു. അവരെ പക്ഷേ BJP ഇതുവരെ തള്ളിപ്പറഞ്ഞിട്ടില്ല. ഈ തിരുവനന്തപുരം ജില്ലയിൽ ഇതുവരെ നടന്ന ഒരു ആക്രമണത്തെ പോലും അവർ നടത്തിയ ആക്രമണത്തെ പോലും BJP തള്ളിപ്പറഞ്ഞിട്ടില്ല. അക്രമികൾക്കെതിരെ ഒരു നടപടിയും സംഘടനാപരമായിട്ട് ഇതുവരെ നാം അറിഞ്ഞിടത്തോളം എടുത്തിട്ടില്ല. ആകെ ഇപ്പോൾ നടപടിയെടുത്തത് ഒരാളുടെ അധാർമിക പ്രവർത്തനം 5.6 കോടി രൂപ വാങ്ങി ഹവാല വഴി ഡൽഹിയിൽ എത്തിച്ചതിന് അധാർമിക പ്രവർത്തനത്തിൽ ഒരാളെ നടപടിയെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്, പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതല്ലാതെ ഈ സംസ്കാരം, അതായത് സ്വന്തം അണികളായാൽ പോലും അവർ തെറ്റായ രീതിയിൽ അക്രമത്തിലിറങ്ങിയ അവർക്കെതിരെ നടപടിയെടുക്കാനും അവരെ പരസ്യമായ അക്രമ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയാനുമുള്ള ആർജവവും സംസ്കാരവും അത് CPM കാണിക്കുന്നുണ്ട്, BJP കാണിക്കുന്നില്ല എന്നതാണ് ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ നമ്മുടെ മുന്നിൽ വന്ന അനുഭവങ്ങൾ വെച്ച് പറയാനാവുക. രണ്ടാമത്തെ ഒരു കാര്യം, തിരുവനന്തപുരം ജില്ലയിൽ ഒരുപാട് സംഘർഷം നടന്നു. ആ സംഘർഷം നടന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ശ്രീകാര്യത്ത് നടന്ന കൊലപാതകം എന്ന് ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ ഹർത്താലും നടത്തി. എന്നാൽ അത് അന്വേഷിച്ച് പോകുമ്പോൾ കഴിഞ്ഞ ജൂലൈ 7-ാം തീയതി അവിടെ 2 സംഘടന നടന്നിട്ടുണ്ടെന്നും ആ ഒരു സംഘടനം ഒരു പ്രഭാകരൻ എന്ന് പറയുന്ന ആളുടെ എതിരെ നടന്ന ആക്രമണമാണെന്നും ആ പ്രഭാകരൻ ഇന്നലെ മിനിഞ്ഞാന്ന് കൊല്ലപ്പെട്ട രാജേഷിന്റെ അമ്മാവനാണെന്നും അത് കഴിഞ്ഞ് തിരിച്ചൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും അതിലൊരു FIR ഉണ്ടായിട്ടുണ്ടെന്നും ഈ 2 FIR ആ വീട്ടുകാർ കൊടുത്തതാണ്. അത് പരസ്പരം തമ്മിലടിച്ച ആളുകൾ കൊടുത്തതാണ്. ആ കൊടുത്തതിലൊന്നും രാഷ്ട്രീയം പറയുന്നില്ല എന്നും വ്യക്തിവിരോധം മാത്രമേ പറയുന്നുള്ളൂ എന്നും ഒടുവിൽ ഈ സംഭവം നടത്തുമ്പോൾ അതിൽ 2ാമത്തെ FIR-ൽ 5ാം പ്രതിയായിട്ട് ഒരു രാജേഷുള്ള അൺനോൺ എന്ന് പറയുന്നുണ്ട്. ആ രാജേഷ് ഈ രാജേഷ് ആവാനേ സാധ്യതയുള്ളൂ, വേറെ രാജേഷിനെ കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. ഞാനത് അങ്ങനെ ആരോപിക്കുന്നില്ല. പക്ഷേ ഈ 2 സംഭവം നിലനിൽക്കുകയും അവിടെ രാഷ്ട്രീയേതരമായ, അതായത് വ്യക്തിവിരോധവും മറ്റു കാര്യങ്ങളുള്ള സംഘർഷം നിലനിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നടന്ന കൊലപാതകം, ആ കൊലപാതകത്തെ രാഷ്ട്രീയമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് കേരളത്തിലായ ഹർത്താലിന്റെ മറവിൽ അക്രമം നടത്തിയ ഒരു പാർട്ടി, ആ പാർട്ടി പോലും ഇന്നത്തെ സമാധാന യോഗത്തിൽ ശ്രീ കുമ്മനം രാജശേഖരൻ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം ആ യോഗത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. അതുകൊണ്ട് അവർ പോലും ഇനി സമാധാനം പാലിക്കും, കേരളത്തിൽ സമാധാനം പുലരും എന്ന് കരുതാനാണ് എനിക്കിഷ്ടം. പക്ഷേ ശ്രീ PM മനോജ്, അതിന് ഗവൺമെന്റിന് കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പോലീസിന് പക്ഷേ അങ്ങനെയുള്ള നിലപാടല്ല. പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് BJP CPM സംഘർഷത്തിന്റെ തുടർച്ചയാണിതെന്നും പനച്ചക്കുന്നം കോളനിയിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്നുമാണ്. ആ റിമാൻഡ് റിപ്പോർട്ട് അതിന്റെ അസൽ പകർപ്പായി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷേ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR ഉണ്ട്. FIR-ൽ ഈ രാഷ്ട്രീയ വിരോധം എടുത്തു പറയുന്നുണ്ട്. അത് ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് പ്രാദേശിക പ്രശ്നം, വ്യക്തിപരമായ പ്രശ്നം എന്ന് എന്തായാലും പോലീസ് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നലെ DGP ക്യാമറയ്ക്ക് മുൻപിൽ പറഞ്ഞത് ഇത് വ്യക്തിപരമായ പ്രശ്നമാണോ അതോ രാഷ്ട്രീയ സംഘർഷമാണോ എന്ന് അന്വേഷണ ശേഷം പറയാമെന്നാണ്. എന്തായാലും ഇത് വ്യക്തിപരമായ പ്രശ്നമാണെന്ന് CPIM മാത്രമേ പറയുന്നുള്ളൂ, പോലീസ് പറയുന്നില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് CPIM പറഞ്ഞ കാര്യമല്ല. ഈ കഴിഞ്ഞ ജൂലൈ 7-ന് നടന്ന സംഭവങ്ങളിൽ 2 ദിവസമായി ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIR-ൽ ഈ സംഭവങ്ങൾ ഉൾപ്പെട്ട ആളുകൾ 2 കൂട്ടരും പ്രതികളാണ്. ഈ ഉൾപ്പെട്ട ആളുകൾ, ഒന്ന് രാജേഷിന്റെ കുടുംബക്കാരാണ് ആ ഒരു കേസിലെ പ്രതി, മറ്റേത് മണിക്കുട്ടന്റെ ആളുകളാണ് 2ാം കേസിലെ പ്രതി. ഇവരൊന്നും ആ FIR എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ? FIR എന്ന് പറയുന്നത് ഒരു കുറ്റകൃത്യം നടന്നാൽ ആദ്യമായി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക, ആ വിവരം പോലീസ് രേഖപ്പെടുത്തുക, കേസിന്റെ കമൻസ്മെന്റ് തുടക്കം FIR-ലൂടെയാണ്. ആ FIR-ൽ ഒരു രാഷ്ട്രീയ ബന്ധവും പറഞ്ഞിട്ടില്ല. എന്നാൽ രാജേഷിന്റെ കൊലപാതകം നടന്നതിന് ശേഷം RSSന്റെ മുഖ്യ ശിക്ഷകായിട്ടുള്ള അരുൺ എന്ന ആളാണ് FIR ഫയൽ ചെയ്യാൻ പോയത്. FIS ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത്. അതിൽ പറഞ്ഞിട്ടുണ്ട് നേരത്തെ അവിടെ നിലനിന്ന RSS DYFI BJP സംഘർഷത്തിന്റെ ഭാഗമാണ് ഈ കൊലപാതകം നടന്നതെന്ന്. അത് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമായിട്ടും റിമാൻഡ് റിപ്പോർട്ടിൽ ഇടം പിടിച്ചിട്ടുണ്ടാകും. എനിക്കറിയില്ല, ആ റിമാൻഡ് റിപ്പോർട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ
ഇങ്ങനെ കരുതാൻ ഉള്ള ന്യായം നേരത്തെ നിയമപരമായി അവിടെ നിലനിന്ന 2 FIRലും ഇല്ല എന്ന വസ്തുത മാത്രമാണ് ഞാൻ പറഞ്ഞത്. ശരി, ശ്രീ JR പത്മകുമാർ, എന്തൊക്കെ കാര്യങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകും? ഇന്നലെ കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിച്ചത് അക്രമങ്ങളിൽ പ്രതിയാകുന്ന പാർട്ടിക്കാരെ സംബന്ധിച്ച് യാതൊരു പരിരക്ഷയും ഉണ്ടാകില്ല എന്നാണ്. അവർക്ക് ഉദാഹരണം ചൂണ്ടിക്കാനുണ്ട്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പ്രവർത്തകരെ തന്നെ അവർ നടപടിയെടുത്ത് ഒഴിവാക്കുകയുണ്ടായി. BJP സമാനമായ കാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് CPIMന്റെ ആക്ഷേപം. സമാധാനം വരണമെങ്കിൽ എല്ലാ തരത്തിൽ ഉള്ള അക്രമങ്ങളെയും തള്ളിപ്പറയുകയും അക്രമം നടത്തുന്നവരെയും തള്ളിപ്പറയുകയും വേണമല്ലോ. അല്ല, അതിനു മുമ്പ് ഞാൻ മനോജ് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞോട്ടെ. ഇന്നലെ മുതൽ അദ്ദേഹം എല്ലാ ചാനൽ ചർച്ചയിലും ഈ മരിച്ചുപോയ രാജേഷിന് അമ്മാവനെയും അമ്മാവിയെയും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഒരു കേസിൽ പ്രതിയായിട്ടുണ്ടെങ്കിൽ അതെല്ലാം രാജേഷിന്റെ ബന്ധുവാണ്, അല്ലെങ്കിൽ വാദിയായിട്ടുണ്ടെങ്കിൽ അത് രാജേഷിന്റെ ബന്ധുവാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് തന്നെ സംശയമാണ്. മാത്രമല്ല, ഈ പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം നിങ്ങൾ ആലോചിച്ച് നോക്കണം. 2 ദിവസം മുമ്പ് പാർട്ടിയുടെ സെക്രട്ടറി നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ ശ്രീകാര്യം പ്രദേശത്ത് സംഘർഷം നടക്കുന്നു, CPMനെ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനുശേഷം ഈ കൊലപാതകം നടന്നപ്പോൾ അതുമായി ബന്ധമുണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. രണ്ടാമതായി ഞാൻ പറയുകയാണ്, ഈ ചർച്ചയിൽ വളരെ വ്യക്തമായി സാങ്കേതിക തകരാറുണ്ട്. ശ്രീ പത്മകുമാർ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ CR നീലകണ്ഠൻ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. സ്വാഭാവികമായും BJPയും CPIMും അത് ചെയ്യും. പക്ഷേ സമാധാനം പുലരുക എന്നുള്ളത് അങ്ങേയറ്റത്തെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇവിടെ CPIMും BJPയും എടുത്തിരിക്കുന്ന സമീപനങ്ങൾ അതിന് ഉതകുന്നതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇതുവരെ അങ്ങനെ ഒരു സമീപനം 2 പാർട്ടിയും എടുത്തതായിട്ട് എനിക്കറിയില്ല. ഇപ്പോഴും പറയുന്നത് ഞങ്ങളാണ് തുടങ്ങിയത്, ഞങ്ങളല്ല തുടങ്ങിയത്, നിങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് അവർ ചെയ്താൽ ഞങ്ങൾ ചെയ്യും എന്നാണ് പറയുന്നതെങ്കിൽ സമാധാനം ഉണ്ടാവുകയേയില്ല. യഥാർത്ഥത്തിൽ ആരെങ്കിലും അക്രമം ചെയ്താൽ അതിന് നിയമപരമായി പരിഹാരം തേടും എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിലെ മര്യാദ. ഇനി അങ്ങനെ പരിഹാരം തേടുന്നവർക്ക് നിയമപരമായ പരിഹാരം ഉറപ്പ് നൽകുന്നതാണ് സർക്കാരിൻ്റെ ജോലി. അതിനാണ് ഇവിടെ ഭരണഘടന, IPC, CRPC ഒക്കെ ഉള്ളത്. അങ്ങനെ ചെയ്യുമെന്ന് സർക്കാർ ഉറപ്പ് 2 കൂട്ടരും വിശ്വസിച്ചാൽ മാത്രമേ ചെയ്യൂ. അല്ലെങ്കിൽ പഴയ വരമ്പത്ത് കൂലിയുടെ പ്രശ്നം വരും. ഞങ്ങളെ അടിച്ചാൽ ഞങ്ങൾ അടിക്കും. ഇത് സിനിമയിൽ പറയാൻ പറ്റുന്ന ഡയലോഗാണ്, നിയമപരമായി ഒരാൾ പറയാൻ പാടില്ല. പക്ഷേ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന അതാണ്. എല്ലാവരും ഇപ്പോൾ PM മനോജ് പറഞ്ഞു ഇതല്ല. TP ചന്ദ്രശേഖരനെ കൊന്നപ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് CPMകാർ പറഞ്ഞത്. PM മനോജ് ഞാനും അതുപോലെ ചർച്ചയ്ക്ക് ഇരുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ കൊടി സുനി ഏത് പാർട്ടി ബ്രാഞ്ചിലെ മെമ്പറാണെന്ന് എനിക്കറിയില്ല. ഇതുപോലെ തന്നെയാണ് BJPയുടെ കാര്യവും. രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഗുണ്ടാ സംഘങ്ങളെ വളർത്തുന്നു. അല്ലെങ്കിൽ അവർക്ക് അതിപ്പോൾ ഇന്ന് BJP ഗുണ്ടയാവാം, നാളെ കോൺഗ്രസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും CPM ഗുണ്ടയാവാം. മനോജ് പറഞ്ഞ സ്പിരിറ്റ് ഇതിന് വരണമെങ്കിൽ ആദ്യം CPMും BJPയും തീരുമാനിക്കേണ്ടത് എന്ത് പ്രകോപനമുണ്ടായാലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുണ്ടാവില്ല, ഒരക്രമം ഉണ്ടാവില്ല, ഞങ്ങൾ നിയമപരമായ മാർഗം തേടും എന്ന് പ്രഖ്യാപിക്കലാണ്. എബൈഡ് ദ ലോ. അത് എബൈഡിങ് ദ ലോ എന്ന് പറയുന്നത് 2 പേർക്കും ഇപ്പോഴും സ്വീകാര്യമല്ല. എസ്കേപ്പിംഗ് ദ ലോ അല്ലെങ്കിൽ ബൈപ്പാസിങ് ദ ലോ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം വേണ്ടത് ഞങ്ങൾ നിയമം പാലിച്ച് മുമ്പോട്ട് പോകും എന്ന ഉറപ്പ് തീർച്ചയായും മുഖ്യമന്ത്രി പറയണം, നിയമം നടപ്പാക്കും. റൈറ്റ്. എനിക്ക് എന്തായാലും 1 മിനിറ്റ് കൂടിയ സമയമുള്ളൂ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അപ്പോൾ മുഖ്യമന്ത്രി, ഗവർണർ ഇവരൊക്കെ ഭരണഘടനാ പദവിയുള്ള ആളുകളാണ്. അവർ എന്തായാലും സമാധാനം കൊണ്ടുവരാനാണല്ലോ ശ്രമിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ പൂർണ്ണ അർത്ഥത്തിൽ അതിന് പിന്തുണ കൊടുക്കേണ്ടേ? അങ്ങനെ കൊടുക്കുന്നുണ്ടോ കോൺഗ്രസ്? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയവുമായി. തിരുവനന്തപുരത്ത് സമാധാനം പുലരട്ടെ എന്ന് തന്നെ കരുതാം. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ശ്രീ PM മനോജ്, ശ്രീ JR പത്മകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. തിരുവനന്തപുരത്തെ RSS കാര്യവാഹക് രാജേഷിൻ്റെത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് പോലീസ് FIR. പാനച്ചക്കുന്ന് കോളനിയിലെ DYFI RSS സംഘർഷമാണ് കൊലയ്ക്ക് കാരണമായത്. ഇതിനിടെ കേസിൽ മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.